ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പണം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള, പണം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ഞാൻ പറയുന്ന അതേ വിശ്വാസത്തോടു കൂടി, അതേ ഒരു ഫീലിങ്ങോട് കൂടി ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും പണം നിങ്ങളിലേക്ക് വരുന്ന അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സക്സസ് സ്റ്റോറി ഉണ്ടായിരിക്കും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും അനുഗ്രഹത്തിനും 1000 നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേഗത്തിലും എളുപ്പത്തിലും നേടിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. പ്രാക്ടീസുകൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്യുക. റിസൾട്ടിനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് വലിയ സ്വപ്നവും നിങ്ങളുടെ ജീവിതമായിട്ട് മാറുക തന്നെ ചെയ്യും. എൻ്റെ പ്രാർത്ഥന എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. സമാധാനമായിട്ടിരിക്കുക. മനസ്സിൻ്റെ ഫ്രീക്വൻസി വളരെ പ്രാധാന്യമേറിയ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ സമയവും മനസ്സിൽ ചിന്തിച്ച് സന്തോഷിക്കാൻ ശ്രമിക്കുക. മനസ്സെപ്പോഴും എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് പോകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ശീലിക്കുക. ക്യാൻസൽ പറയുക. നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ക്യാൻസൽ പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയോ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രാക്ടീസുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞു മെഡിറ്റേഷൻ എടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ അത് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റി മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ടൊരു കുഞ്ഞു മെഡിറ്റേഷൻ എടുക്കുക. അല്ലെങ്കിൽ കണ്ണടച്ച് വെറുതെ ഇരിക്കുക. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ സ്വസ്ഥമായിട്ട് ഒരു മെഡിറ്റേഷൻ എടുത്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതിക്കോളൂ. പക്ഷെ അതിൽ ഞാൻ പറയുന്ന രീതിയിലേക്ക് വരാം. ആദ്യം നിങ്ങൾ പ്രപഞ്ചശക്തിക്ക് നന്ദി എഴുതുക. ഇന്നത്തെ ദിവസം എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതിന് നന്ദി എന്ന് പറയുക. അതിനുശേഷം ഈ 11 ദിവസവും നിങ്ങൾ എഴുതേണ്ടത് പിന്നെ വരുന്ന ഒരു 11 കാര്യങ്ങൾ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഓർത്തെടുത്ത് ഓരോ ദിവസവും 11 കാര്യങ്ങൾക്ക് എഴുതുക. പുതിയ പുതിയ കാര്യങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ എഴുതുക തന്നെ ആവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ഇപ്പോൾ പണം ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്ത എൻ്റെ വാഹനത്തിന് നന്ദി. ഒരു ഉദാഹരണം പറയുകയാണ്. പണം ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ച എൻ്റെ വീടിന് നന്ദി എന്ന് എഴുതിയതിന് ശേഷം പേന വെച്ചിട്ട് ഈ വലത് കൈ കൊണ്ട് ഇടത് നെഞ്ചിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ പറഞ്ഞ് സന്തോഷയുടെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് തന്നെ നിങ്ങളത് പറയുക. അങ്ങനെ 11 കാര്യങ്ങൾ എഴുതി നിർത്തുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് നിങ്ങൾ ഓരോന്നും 8 തവണ എഴുതുക തന്നെ ചെയ്യുക. അഫർമേഷൻസ് ഇതാണ്: ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഞാൻ സമ്പന്നനാണ്. ഐ ആം റിച്ച്, ഞാൻ സമ്പന്നനാണ്. ഐ ആം എ മണി മാഗ്നറ്റ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ്. നിങ്ങൾക്ക് സാധാരണ കാന്തമാണെന്നും എഴുതാം, അതിശക്തമായ കാന്തമാണെന്നും, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഐ ആം എ മണി മാഗ്നറ്റ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഐ അട്രാക്റ്റ് മണി എവ്രി ഡേ, ഐ അട്രാക്റ്റ് മണി എവ്രി ഡേ, ഞാൻ എന്നും പണത്തെ എന്നിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓക്കെ. 4-മത്തേത്, മൈ ബാങ്ക് അക്കൗണ്ട് ഈസ് ഓവർഫ്ലോയിങ് വിത്ത് മണി, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മൈ ബാങ്ക് അക്കൗണ്ട് ഈസ് ഓവർഫ്ലോയിങ് വിത്ത് മണി, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ അബണ്ടൻറ്റ് ലൈഫ്. 5-മത്തേത്, താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ അബണ്ടൻറ്റ് ലൈഫ്, എൻ്റെ സമ്പന്നമായ ജീവിതത്തിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അത് നമ്മുടെ അതായത് നമുക്ക് ഇത്രയും സമ്പന്നത ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ് കേട്ടോ. എൻ്റെ സമ്പന്നമായ ജീവിതത്തിന് പ്രപഞ്ചശക്തിക്ക് നന്ദി.
അപ്പോൾ ഇത്തരത്തിൽ ഈ 5 അഫർമേഷൻ ഓരോന്നും 8 തവണ, സംശയം വരണ്ട, ഓരോന്നും 8 തവണ വെച്ചിട്ട് എഴുതുക കേട്ടോ. 5 എണ്ണവും എഴുതുക. അതിനുശേഷം നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട്, ഫസ്റ്റ് ഡേ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ സമ്പന്നനാണെന്നും നിങ്ങളിലേക്ക് പണം ഉണ്ടെന്നും നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാവുന്നതിലും കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലുള്ള സമയത്ത് അത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നിങ്ങളായിട്ട് മാറിയതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതുക. ഓക്കെ, എങ്ങനെ എഴുതും? താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. ഞാൻ എന്താണോ ഞാൻ എൻ്റെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എഴുതാം കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ആ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് നിരന്തരമായിട്ട് പണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ തക്കോണം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണത്തെ ചൊല്ലി ഞാൻ സമാധാനവും സന്തോഷവും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. പണം എൻ്റെ സ്വപ്നങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കാൻ എന്നെ സഹായിക്കുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് വീട് വാങ്ങണം എന്നായിരിക്കും, ചിലർക്ക് ആരെങ്കിലും സഹായിക്കണം എന്നായിരിക്കും, ചിലപ്പോൾ ഓരോരോ സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് എല്ലാ കടമകളും കർത്തവ്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു. സ്വസ്ഥമായിട്ട് ഓരോ രാത്രിയും പണത്തെ ചൊല്ലി സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം സമാധാനം പണം എനിക്ക് നൽകുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, ഇത്രയും നല്ലൊരു ജീവിതം, സാമ്പത്തികമായിട്ട് ഇത്രയും സന്തോഷമായ അല്ലെങ്കിൽ ഭദ്രമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് അങ്ങയുടെ അനുഗ്രഹമാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വിജയത്തിലെത്തിച്ചുകൊണ്ട് എനിക്ക് സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നതും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് തുടങ്ങി നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ ഇനി നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താം. ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതുക. ഫസ്റ്റ് ഡേ മാത്രം എഴുതിയാൽ മതി. അത് നിങ്ങൾ എന്നും വായിക്കുക. പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേറ്റുടനെയും രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപും അത്രയും സന്തോഷത്തോടു കൂടി തന്നെ വായിക്കുക. കാരണം ആ ഒരു ഫീലിംഗ്, നിങ്ങൾ ആ ഒരു നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമ്പന്നതയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളായിട്ട് മാറുക നിങ്ങൾ കേട്ടോ. ആ ഒത്തിരി ഫീലിങ്ങോട് കൂടി വായിച്ചിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ആ കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ എഴുതുന്നത് കേട്ടോ. അത് ഈ 11 ദിവസവും നിങ്ങൾ മറക്കാതെ വായിക്കുക. അത് കഴിഞ്ഞാലും നിങ്ങൾ വായിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഇത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യങ്ങൾ എന്നും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ എഴുതുന്നത് കുറേ കാലം ചെന്നിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ആഗ്രഹമാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 10 ദിവസം കൊണ്ട് നമുക്ക് സമ്പന്നതയിലേക്ക് കുതിച്ചുയരാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് പണം വരാൻ തുടങ്ങും. അത്യാവശ്യത്തിന് പണം വരാനും നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 11 ദിവസത്തെ പ്രാക്ടീസ്. പക്ഷേ നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റിങ് നമ്മുടെ ലൈഫിൽ പണത്തെ ചൊല്ലിയുള്ള സ്വപ്നങ്ങളാണ്. അതെന്നും വായിക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളത് മറക്കും വായിക്കാൻ. അത് അത് യൂണിവേഴ്സിന് അത് ഡിറ്റാച്ച് ചെയ്യാണ്. ആ ഒരു കാര്യത്തിൽ നിന്നുള്ള സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ, ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതമായിട്ട് മാറും. അന്നേരം നിങ്ങൾ പോലും അറിയാതെ ഈ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ എടുത്ത് വായിക്കുന്ന ഒരു സാഹചര്യം വരും കേട്ടോ. അപ്പം നിങ്ങൾ അതിലേക്ക് എഴുതി വെച്ചതൊക്കെ എത്ര സത്യമായിട്ട് മാറിയെന്ന്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ സ്ക്രിപ്റ്റിംഗ് എഴുതുക. അത് വായിക്കാനും മറന്നു പോകരുത് കേട്ടോ. ഒപ്പം ഈ 11 ദിവസവും നിങ്ങളെപ്പോഴും ഒരു മന്ത്രം പോലെ എഴുതിവിടുക. സ്പീഡ് വൂൾഫ് ബ്രിങ് അമേസിങ് ജാക്ക്പോട്ട് 520. ഇതൊരു സ്വിച്ച് വേർഡാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊരു 15 മിനിറ്റ്സ് ചാൻറ്റ് ചെയ്യുന്നതും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാം. അതിനൊപ്പം തന്നെ ഇത് നിങ്ങൾ ഈ 11 ദിവസവും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്പീഡ് വൂൾഫ് ബ്രിങ് അമേസിങ് ജാക്ക്പോട്ട് 520. ഓക്കെ, അതുപോലെ നിങ്ങളുടെ മൊബൈലിലും
നിങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പണത്തിൻ്റെയോ അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് സമൃദ്ധിയെ കുറിക്കുന്ന നല്ല നല്ല പിക്ചേഴ്സ് ഒട്ടിച്ച് വെക്കുക കേട്ടോ. ഗോൾഡൻ കോയിൻസോ അങ്ങനെ നല്ല നല്ല നിങ്ങളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട സമൃദ്ധിയെ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒട്ടിച്ച് വയ്ക്കുകയോ ചെയ്യുക. ഇതൊക്കെ നിങ്ങളെ ഞാൻ ഈ പറയുന്ന ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും ഈ 11 ദിവസത്തിനുള്ളിൽ തന്നെ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം തുറക്കും. തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടുകൂടി പ്രാക്ടീസ് ചെയ്യൂ. റിസൾട്ട് ഇന്നോ നാളെയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാതെ ഈശ്വരൻ നിശ്ചയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ പണം എത്തിച്ചേരും. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ കിട്ടാം. എന്തായാലും പ്രാക്ടീസ് വളരെ പവർഫുള്ളാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ പ്രാക്ടീസുകളും ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്യും. നിങ്ങളുടെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം എന്താണോ അതിലോട്ട് മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ പ്രാക്ടീസുകൾ ചെയ്യുക കേട്ടോ. എല്ലാ പ്രാക്ടീസുകളും കൂടി ഒരുമിച്ചെടുത്ത് ചെയ്യുമ്പോൾ മനസ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യം പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ കുറച്ച് ദിവസം തുടരെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് പണവും റിലേഷൻഷിപ്പും ഒരുമിച്ച് പ്രാക്ടീസ് കൊണ്ടുപോയാൽ മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, ഓക്കെയാണ്, കൺഫ്യൂഷനൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിനും അടിസ്ഥാനം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശാന്തിയും സമാധാനമാണ്. മനസ്സിനത് സ്വസ്ഥമായിട്ട് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുക. അല്ലാത്ത പക്ഷം പറ്റുന്ന പ്രാക്ടീസുകൾ മാത്രം 1-2 കാര്യങ്ങൾക്ക് മാത്രം മുന്നോട്ട് പ്രാക്ടീസ് കൊണ്ടുപോവുക. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രാക്ടീസ് ചെയ്യൂ. കറക്റ്റ് 11 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.